എല്ലാവർക്കും AJR ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വീണ്ടും ഒരു ഡിസൈനർ സോപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിന് മുന്നേ നമ്മൾ 3 ഡിസൈനർ സോപ്പ് ചെയ്യുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് ഇതുപോലത്തെ ലോഫിൻ മോഡിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ വീഡിയോ കാണാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, അതുപോലെ തന്നെ എൻ്റെ കാർഡിലും വെച്ചേക്കാം കേട്ടോ. അപ്പോൾ കാണാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സോപ്പ് എന്ന് പറയുന്നത് അലോവേരയും അതുപോലെ തന്നെ ബീട്രൂട്ടും ആണ് ഇതൊരു ഷെയ്ഡായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സോപ്പിൻ്റെ ഫോട്ടോ നമ്മൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് വെച്ചപ്പോൾ തന്നെ കുറേ കൂട്ടുകാർ നമുക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചേച്ചി ഇതിൻ്റെ വീഡിയോ എപ്പോഴാണ് ഇടുന്നത്, വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്, എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ഇതിൽ ഇൻക്ലൂഡായിട്ട് വന്നിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കാത്തിരുന്ന ഒരു വീഡിയോ ആണ്. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ തന്നെ ലൈക്കും കൂടെ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മളിതിൽ യൂസ് ചെയ്യുന്ന ബേസ് എന്ന് പറയുന്നത് ഗോട്ട് മിൽക്കും ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഗ്ലിസറിൻ്റെ ബേസും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഗോട്ട് മിൽക്കിൻ്റെ ബേസാണ്, ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ ഒരു വെയ്റ്റ് മെഷീനും അതുപോലെ തന്നെ അതിൻ്റെ മുകളിലോട്ടൊരു പാത്രവും എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു പാത്രത്തിൻ്റെ വെയിറ്റ് നമ്മൾ മൈനസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഗോട്ട് മിൽക്കിൻ്റെ ബേസാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. ബേസൊക്കെ നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. കളർ ബേസോ അല്ലെങ്കിൽ ഇതുപോലെ ഗോട്ട് മിൽക്കോ ഗ്ലിസറിൻ്റെ ബേസോ അങ്ങനെ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് റെഡും അതുപോലെ തന്നെ ഈ ഒരു വൈറ്റ് കളർ നല്ല കോമ്പിനേഷൻ ആണല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഒരു കളർ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അങ്ങനെ ഒരു 317 ഗ്രാമിൻ്റെ അടുത്ത് നമ്മൾ ഗോട്ട് മിൽക്കിൻ്റെ ബേസ് ഇവിടെ മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കറക്റ്റ് നമ്മൾ 300 ഗ്രാമൊന്നും എടുക്കാതെ ഒരു 5-6 ഗ്രാമൊക്കെ കൂടുതലെടുക്കുക. അപ്പോൾ അത് അങ്ങനെ നമ്മുടെ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് പ്രകാരമാണ് ആ ഒരു ബേസ് മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. വെള്ളമൊക്കെ ഓൾറെഡി നേരത്തെ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ബേസ് അവിടെ ഇരുന്ന് മെൽറ്റ് ആവണ നേരം കൊണ്ട് 1-2 കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ നമ്മളിവിടെ മോൾഡ് എടുത്ത് റെഡിയാക്കി വെക്കുന്നുണ്ട്. അതിനും ഉള്ളിലായിട്ട് ജസ്റ്റ് റബ്ബിങ് ആൽക്കഹോളും കൂടെ സ്പ്രേ ചെയ്യുന്നുണ്ട് കേട്ടോ, എന്തെങ്കിലും ഡസ്റ്റ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേ നമ്മുടെ ബേസ് ഇവിടെ ഇരുന്ന് മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിനി ഈ നേരം കൊണ്ട് അതിലോട്ട് വേണ്ടിയിട്ടുള്ള ഒരു മിക്സിങ് ഉണ്ടല്ലോ, അത് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു വെയ്റ്റ് മെഷീനും ഒരു പാത്രവും എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു പാത്രത്തിൻ്റെ വെയിറ്റ് മൈനസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാനിപ്പോൾ അലോവേരയുടെ എക്സ്ട്രാക്റ്റാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഒരു 12 ml അലോവേരയുടെ എക്സ്ട്രാക്റ്റ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ അലോവേരയുടെ എക്സ്ട്രാക്റ്റിന് പകരം വേറെ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. പപ്പായോ അല്ലെങ്കിൽ നീമോ അങ്ങനെ എന്താണെന്ന് വെച്ച് ചെയ്യാവുന്നതാണ്. എക്സ്ട്രാക്റ്റ് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് ഷെൽഫ് ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അതിലേക്ക് 1 ml അടുത്ത് വെജ് ഗ്ലിസറിൻ നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഗ്ലിസറിന് നമ്മുടെ സ്കിന്നിനും ഫേസിനൊക്കെ നല്ലതാണ്, ഓപ്ഷണലാണ് കേട്ടോ. അപ്പോൾ ഞാൻ 1 ml ചേർത്തിട്ടുണ്ട്. പിന്നെ ഇത് വൈറ്റമിൻ ഇയുടെ കോൺസെൻട്രേറ്റ് ആണ്, അതും ഒരു 2-3 ഡ്രോപ്സ് ചേർക്കുന്നുണ്ട്. ഇനി വൈറ്റമിൻ ഇയുടെ ഓയിലില്ല, ക്യാപ്സ്യൂളാണെന്നെങ്കിൽ അത് ചേർത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ അത് അങ്ങനെ വൈറ്റമിൻ ഇയുടെ കോൺസെൻട്രേറ്റും ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് ചേർക്കാനായിട്ട് പോകുന്നത് റോസ് വാട്ടറാണ് കേട്ടോ. റോസ് വാട്ടറും 1 ml അടുത്ത് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ടോട്ടൽ 15 ml ആണ് എടുത്തിരിക്കുന്നത്. ഒരു 300 ഗ്രാം ബേസിന് 15 ml നമ്മൾ എടുത്തിരിക്കുന്ന എക്സ്ട്രാക്റ്റും ചേർത്തിരിക്കുന്ന ഓയിലും കാര്യങ്ങളെല്ലാം കൂടെ കൂടിയിട്ട് ടോട്ടൽ 15 ml ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതങ്ങനെ നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മിക്സിങ് കറക്റ്റായില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സോപ്പിൻ്റെ മുകളിൽ എണ്ണമയം പോലെ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ ബേസും ഇവിടെ ഇരുന്ന് മെൽറ്റായിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സിങ് ഉണ്ടല്ലോ, അത് ഒഴിച്ച് കൊടുക്കുകയാണ്. ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും ഒന്നത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാടിട്ട് ഇളക്കരുത്, ഇളക്കി കഴിഞ്ഞാൽ പത വന്ന് കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനത്തെ നമ്മൾ നല്ല രീതിയിൽ അത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അത് വാങ്ങി വെച്ചിട്ട് അതിലോട്ട് നമ്മൾ എന്ത് ഫ്രാഗ്രൻസ് ആണോ ചേർത്ത് കൊടുക്കുന്നത് അത് ഈ ഒരു ടൈമിലാണ് കേട്ടോ ചേർക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ അലോവേരയുടെ ഫ്രാഗ്രൻസ് ആണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 8 ml അടുത്ത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് മുഴുവനായിട്ട് നമ്മൾ ആ ഒരു ഫ്രാഗ്രൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി പലർക്കും പല രീതിയിലായിരിക്കും സ്മെല്ല് വേണ്ടത്. ചിലർക്ക് ലൈറ്റായിട്ട് മതിയാകും, ചിലർക്ക് നല്ല രീതിയിൽ വേണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അല്പം കൂട്ടി ഒഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഫ്രാഗ്രൻസും കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു മോൾഡിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു ഗോട്ട് മിൽക്കും അതുപോലെ തന്നെ അലോവേരയും തമ്മിലുള്ള ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ചെറുതായിട്ട് അതിൽ പാട പോലെ കിട്ടിയിട്ടുണ്ട്. ഒട്ടും സമയം കളയാതെ തന്നെ പെട്ടെന്ന് തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ അതെ നമ്മുടെ മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടില്ല, ഒരു മിക്സ് വളരെ പകുതി മാത്രമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ചില സ്ഥലത്ത് ഇങ്ങനെ
എത്താത്ത സ്ഥലത്ത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സ്പൂൺ ഉപയോഗിച്ചത് ഇതാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് റബ്ബിംഗ് ആൽക്കഹോളും സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലുള്ള ബബിൾസൊക്കെ റിമൂവ് ആയി പോകാൻ വേണ്ടിയിട്ടാണ് റബ്ബിംഗ് ആൽക്കഹോൾ സ്പ്രേ ചെയ്യുന്നത്. അപ്പോൾ അത് ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് ലെയർ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇനി ഏകദേശം ഒരു 15-20 മിനിറ്റിൻ്റെ അടുത്ത് നമ്മളിതൊന്ന് സെറ്റ് ആവാനായിട്ട് വെക്കുന്നുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കണം നമ്മൾ അടുത്ത ലെയർ ഒഴിക്കേണ്ടത്. അടുത്ത ലെയറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്ലിസറിൻ്റെ ബേസാണ് എടുത്തിരിക്കുന്നത്. വെയ്റ്റ് മെഷീനും അതുപോലെ തന്നെ പാത്രമൊക്കെ എടുത്ത് വെച്ച ഒരു പാത്രത്തിൻ്റെ വെയിറ്റ് മൈനസ് ചെയ്തതിന് ശേഷം ഞാൻ അതിലേക്കൊരു 310 ഗ്രാം ഗ്ലിസറിൻ്റെ ബേസ്, പാരബൺ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഗ്ലിസറിൻ്റെ ബേസാണ് എടുത്തിരിക്കുന്നത്. ഡബിൾ ബോയിൽ മെത്തേഡ് പ്രകാരമാണ് അത് നമ്മൾ മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ചൂടായതിന് ശേഷം ബേസ് വെച്ചിട്ടുണ്ട്. ആ ബേസ് അവിടെ ഇരുന്ന് മെൽറ്റ് ആവുന്ന നേരം കൊണ്ട് നമുക്കതിലോട്ട് വേണ്ടിയിട്ടുള്ള ഒരു മിക്സിങ് തയ്യാറാക്കാം. അതിനായിട്ട് വീണ്ടും ഒരു വെയ്റ്റ് മെഷീനും പാത്രം എടുത്ത് വെച്ച ഒരു പാത്രത്തിൻ്റെ വെയിറ്റ് മൈനസ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നത് ബീറ്റ്റൂട്ടിൻ്റെ എക്സ്ട്രാക്റ്റാണ്. ഏകദേശം ഒരു 12 ml അടുത്ത് തന്നെ ബീറ്റ്റൂട്ടിൻ്റെ എക്സ്ട്രാക്റ്റ് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ബീറ്റ്റൂട്ടിൻ്റെ എക്സ്ട്രാക്റ്റിന് പകരം നമുക്ക് ആദ്യമേ തന്നെ പറഞ്ഞില്ലേ ഏത് എക്സ്ട്രാക്റ്റോ അങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ അതിലേക്ക് ഞാൻ വെജ് ഗ്ലിസറിൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് 1 ml അടുത്ത്. അടുത്തായിട്ട് അതിലേക്ക് ഇത് വൈറ്റമിൻ ഇയുടെ കോൺസെൻട്രേറ്റ് ആണ്, അതൊരു 2-3 ഡ്രോപ്സ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ അടുത്തായിട്ട് ചേർക്കാനായിട്ട് പോകുന്നത് റോസ് വാട്ടറാണ്. റോസ് വാട്ടറും കൂടിയിട്ട് 1 ml അടുത്ത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതും ടോട്ടൽ 15 ml ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 300 ഗ്രാം ബേസിന് 15 ml. എന്നിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബേസും നല്ല രീതിയിൽ ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു മിക്സ് ഉണ്ടല്ലോ അത് ഒഴിച്ച് കൊടുക്കുകയാണ്. ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്നത് ജസ്റ്റ് സ്പൂൺ ഉപയോഗിച്ച് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓവറായിട്ട് ഇളക്കി കൊടുക്കരുത്. ഇളക്കി കഴിഞ്ഞാൽ പത വന്ന് കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചെറിയ രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആദ്യം ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഫസ്റ്റ് ലെയർ ഉണ്ടല്ലോ അതിവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തീപ്പെട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു വശം നമ്മളിങ്ങനെ ചെരിച്ച് വെച്ചേക്കുകയാണ് കേട്ടോ. ഒരു ഭാഗം നമ്മൾ തീപ്പെട്ടിയുടെ മുകളിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ മറ്റൊരു ഭാഗം ഇങ്ങനെ ചെരിഞ്ഞ രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനിയാണ് കേട്ടോ നമ്മുടെ ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ ഇതിൽ വരാനായിട്ട് പോകുന്നത്. നമ്മൾ അവിടെ മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ബേസ് ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിലോട്ട് ഫ്രാഗ്രൻസ് ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിതിലേക്കിപ്പോൾ ലാവണ്ടറിൻ്റെ ഫ്രാഗ്രൻസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 8 ml അടുത്ത് ഫ്രാഗ്രൻസ് ചേർത്തിട്ടുണ്ട്. ബീറ്റ്റൂട്ട് എന്ന് പറയുമ്പോൾ ഒരു കളറും കൂടെ വേണമല്ലോ. അപ്പോൾ ആദ്യമേ തന്നെ ഒരു 3-4 ഡ്രോപ്സ് റെഡ് കളറ്, നമ്മളെപ്പോഴും കളറൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ കോസ്മെറ്റിക് ഗ്രേഡായിട്ടുള്ള കളറ് വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യമേ തന്നെ കളർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. കളർ പോരാന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ നല്ല കളർ പോലെ തോന്നുന്നുണ്ട്, പക്ഷെ നേരിട്ട് കാണുമ്പോൾ അത്രയ്ക്ക് വരുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കളറും ആഡ് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു മിക്സ് നമ്മളിനി മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഒരു വശം പൊങ്ങിയും ഒരു വശം താഴ്ന്നുമാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒഴിക്കുമ്പോൾ ആ ഒരു സ്ലോപ്പ് പോലെ വന്നിരിക്കുന്ന സൈഡിലോട്ടാണ് നമ്മുടെ ആ ഒരു ഒഴിച്ചു കൊടുക്കുന്ന മിക്സ് മുഴുവനായിട്ടും പോകുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ മിക്സും നമ്മൾ മുഴുവനായിട്ടൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല, വളരെ കുറച്ച് മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഒഴിച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു സൈഡ് വന്നിരിക്കുന്നതെന്നുള്ളത്. അപ്പോൾ അങ്ങനെ കുറച്ച് അതും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനത്തെ നമ്മുടെ സെക്കൻഡ് ലെയർ ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് അതിൻ്റെ മുകളിലായിട്ട് റബ്ബിംഗ് ആൽക്കഹോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുകളിൽ വരുന്ന ബബിൾസൊക്കെ റിമൂവ് ആയി പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റബ്ബിംഗ് ആൽക്കഹോൾ സ്പ്രേ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു ലെയർ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇതും ഏകദേശം ഒരു 15-20 മിനിറ്റിൻ്റെ അടുത്ത് സെറ്റ് ആവാനായിട്ട് വെക്കുന്നുണ്ട്. സെറ്റ് ആയതിനു ശേഷം വീണ്ടും നമ്മൾ ആദ്യം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു വൈറ്റ് കളർ മിക്സ് ഉണ്ടല്ലോ അലോവേരയുടെ, അതൊന്ന് ബാലൻസ് ഉണ്ടായിരുന്നു, അതാണ് കേട്ടോ വീണ്ടും നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ റെഡ് കളർ പോർഷൻ വന്നേക്കുന്ന സൈഡാണ് പൊക്കി വെച്ചിരിക്കുന്നത്, ഹൈറ്റ് തോന്നിക്കുന്നത് ആ സൈഡാണ്. സ്ലോപ്പായിട്ട് വന്നിരിക്കുന്നത് ഈ വൈറ്റ് കളർ ലെയർ ഒഴിക്കുന്ന ഭാഗത്തോട്ടാണ്. അങ്ങനെ നമ്മൾ തേർഡ് ലെയർ ഒഴിച്ചതിന് ശേഷം വീണ്ടും റബ്ബിംഗ് ആൽക്കഹോൾ സ്പ്രേ ചെയ്യുന്നുണ്ട്. ഇതെല്ലാ ലെയറും ഒഴിക്കുന്നത് ഏകദേശം ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഓരോ ലെയറും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ മൂന്നാമതായിട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു വൈറ്റ് കളർ ലെയർ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ നമ്മുടെ അടിയിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു തീപ്പെട്ടിയും റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അടുത്തായിട്ട് ഒഴിക്കുന്ന ലെയർ എന്ന് പറയുന്നത് ആ ഒരു റെഡ് കളർ ഉണ്ടല്ലോ നമ്മുടെ ബീറ്റ്റൂട്ടിൻ്റെ, അതാണ് ഇനി ഒഴിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത്. ഇപ്പം നമ്മൾ സാധാ മോൾഡ് വെക്കാറില്ല, ആ ഒരു രീതിയിലാണ് വെച്ചിരിക്കുന്നത്. ഇതിൽ നമ്മൾ ബീറ്റ്റൂട്ടിൻ്റെ മിക്സ് ആണെങ്കിലും അതുപോലെ തന്നെ അലോവേരയുടെ മിക്സ് ആണെങ്കിലും ആദ്യത്തെ ഒറ്റ തവണ ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ ആ ഒരു ചൂടുവെള്ളത്തിൽ തന്നെ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ടയായി പോകാനായിട്ട് ചാൻസ് ഉണ്ട്.
ഇപ്പോൾ നമ്മൾ സൈഡൊന്നും ഇങ്ങനെ പൊക്കി വെച്ചിട്ടൊന്നുമില്ല. ഇപ്പോൾ സാധാ നമ്മൾ മോൾഡ് വയ്ക്കുന്ന ആ ഒരു സെയിം രീതി തന്നെയാണ് വയ്ക്കുന്നത്. എന്നിട്ട് നമ്മുടെ ആ ഒരു ബീട്രൂട്ടിൻ്റെ മിക്സിങ് കൂടെ കൂടിയിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ അതും മുഴുവനായിട്ടും ഒഴിച്ചിട്ടില്ല കേട്ടോ. കുറച്ച് ബാലൻസ് ആ ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. വീണ്ടും അതിൻ്റെ ടോപ്പിലായിട്ടൊരു ഡിസൈൻ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ വീണ്ടും നമ്മൾ റബ്ബിങ് ആൽക്കഹോൾ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ചിങ്ങനെ എന്താ പറയുന്നത് ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ തോന്നുമെങ്കിലും നമ്മുടെ ഫൈനൽ റിസൾട്ട് നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഇതും ഏകദേശം ഒരു 15-20 മിനിറ്റിൻ്റെ അടുത്ത് സെറ്റ് ആവാനായിട്ട് വെച്ചിട്ടുണ്ട്. സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അത്. ഇനി നമ്മൾ അടുത്ത ലെയറാണ് ഒഴിച്ച് കൊടുക്കാനായിട്ട് പോകുന്നത്. ഇതൊരു ആ ബാലൻസ് ഉണ്ടായിരുന്ന നമ്മുടെ ആ ഒരു അലോവേരയുടെ മിക്സും അതും ഒഴിച്ച് കൊടുക്കുകയാണ്. വളരെ കുറച്ച് മാത്രമാണ് കേട്ടോ അത് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് നമ്മൾ മുഴുവനായിട്ടും അതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒഴിച്ചതിന് ശേഷം വീണ്ടും റബ്ബിങ് ആൽക്കഹോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ഫിനിഷിംഗ് ലുക്ക് കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് അടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് ബാലൻസ് ഉണ്ടായിരുന്ന ഒരു ബീറ്റ്റൂട്ടിൻ്റെ മിക്സ് ചുമ്മാ ഒരു എന്താ പറയുന്നത് ഒരു ഡിസൈൻ ആയിക്കോട്ടെ എന്ന് കരുതി ഇങ്ങനെ മുകളിൽ കൂടെ ഒന്ന് ജസ്റ്റ് അതും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ എന്താ പറയുന്നത് ഡിസൈനിങ് ഒക്കെ ഓരോരുത്തരുടെ നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇതേ രീതിയിൽ തന്നെ ചെയ്യണമെന്നൊരു നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാൻ വീണ്ടും ജസ്റ്റ് ഇങ്ങനെ ഒരു സ്പൂൺ വെച്ച് ഇങ്ങനെ കാണിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇത്രയാണ് നമ്മുടെ ഒരു സംഭവം വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഒരു 3-4-5 ലെയറായിട്ട് നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഏകദേശം ഒരു 2-3 മണിക്കൂറിൻ്റെയൊക്കെ അടുത്ത് ഇത് സെറ്റ് ആവാനായിട്ട് വെക്കുന്നുണ്ട്. വീണ്ടും ഫൈനലി നമ്മൾ അതിൻ്റെ മുകളിൽ റബ്ബിങ് ആൽക്കഹോൾ സ്പ്രേ ചെയ്തിട്ടുണ്ടായിരുന്നു. ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഒരു സോപ്പ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി ഏകദേശം ഒരു 3 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സോപ്പ് അൺമോൾഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. നല്ല രീതിയിൽ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ ഒരു കാർഡ്ബോർഡൊക്കെ റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഇത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ കാണുന്നത്. പിന്നെ നമ്മുടെ ആ ഒരു സോപ്പ് അൺമോൾഡ് ചെയ്യുകയാണ്. ഭയങ്കര ആകാംക്ഷയോട് കൂടിയാണ് കേട്ടോ നമ്മളിപ്പോൾ ഇത് അൺമോൾഡ് ചെയ്തെടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് അതിൻ്റെ ഉൾഭാഗം ഇരിക്കുന്നത്, നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നതൊക്കെ. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മുടെ ആ ഒരു സോപ്പ് കാണാനായിട്ട് ഭയങ്കര ആകാംക്ഷയോടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ അളവിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സ്ക്വയർ ടൈപ്പ് സോപ്പ് ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ അളവെടുക്കുന്നത്. വേറെ കട്ട് ചെയ്യാനായിട്ട് സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാ അളവെടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 3-4 കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യത്തേത് കട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ. അയ്യോ ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിട്ടത്. എന്ത് രസമായിട്ടാണ് നമ്മുടെ ആ ഒരു സോപ്പ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ചെയ്തെടുക്കാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ട് നല്ല അടിപൊളി റിസൾട്ടായിരുന്നു കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ എഫേർട്ട് എടുത്തതിന് എന്തായാലും ഫലം ഉണ്ടായെന്ന് തന്നെ പറയാം. പിന്നെ നമ്മളിതിന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് വാട്സപ്പിൽ സ്റ്റാറ്റസൊക്കെ വെക്കാമെന്ന് കരുതി അങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എന്തോരം കണ്ടിട്ട് അങ്ങനെ എന്താ പറയുക ഇത് കൊതി മാറുന്നില്ലായിരുന്നു. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഒരു ഡിസൈനർ സോപ്പ് ചെയ്ത് നോക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ ചെയ്ത് നോക്കുക. നമ്മുടെ ഒരു സോപ്പ് മേക്കിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ അതുകൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു സോപ്പിൻ്റെ വെയിറ്റും കാര്യങ്ങളെല്ലാം നോക്കി അതിൽ ക്ലിങ് ഫിലിം എല്ലാം വെച്ച് നല്ല രീതിയിൽ കവറും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ സോപ്പും ഒരു 120 ഗ്രാമിൻ്റെ മുകളിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഡിസൈനർ സോപ്പ്. പിന്നെ നമ്മുടെ സോപ്പ് മേക്കിങ്ങിനുള്ള മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പലതരത്തിലുള്ള സോപ്പുകൾ അവൈലബിൾ ആണ്. ഗ്ലിസറിൻ ബേസിലുള്ള സോപ്പുകൾ അവൈലബിൾ ആണ്. ക്രീം അവൈലബിൾ ആണ്. ഷാംപൂസ്, ഫേസ് വാഷ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ തന്നെ സോപ്പ് മേക്കിങ്ങിൻ്റെ ക്ലാസ്സും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ക്ലാസ്സിന് ചേരാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്പറിൽ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇതെൻ്റെ വാട്സപ്പ് നമ്പറാണ്. ആ നമ്പറിൽ മെസ്സേജ് ചെയ്താലും മതിയാവും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.